പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വില്ലേജ് ഓഫീസ്. ഉപയോഗിച്ച വെള്ളത്തിന് ബില്ലടയ്ക്കാത്തതിനാൽ വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിച്ച നെല്ലായ വില്ലേജ് ഓഫീസിനാണ് ഈ ദുരവസ്ഥ. നെല്ലായ വില്ലേജ് ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അധികകാലമൊന്നും ആയിട്ടില്ല. കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്ത് താൽക്കാലികമായി വാട്ടർ അതോറിറ്റി കണക്ഷൻ നൽകിയിരുന്നെങ്കിലും ഉപയോഗിച്ച വെള്ളത്തിന്റെ ബില്ലടയ്ക്കാത്തതു മൂലം കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. സ്ഥിരം കണക്ഷൻ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെലവ് അധികൃതർ വഹിച്ചാൽ മാത്രമേ കണക്ഷൻ പുതുക്കി നൽകൂ എന്ന നിലപാടിലാണ് വാട്ടർ അതോറിറ്റിയും. ഇതുമായി ബന്ധപ്പെട്ട ചിലവും മറ്റ് സംവിധാനങ്ങളും ഒരുക്കേണ്ടത് ആരാണെന്ന ആശയക്കുഴപ്പവും നിലവിലുണ്ട്. കളക്ടറേറ്റ് മുഖാന്തരം റവന്യൂ വിഭാഗമാണ് ചെലവുകൾ വഹിക്കേണ്ടതുമെന്നാണ് കരുതുന്നത്. എന്നാൽ വിഷയത്തിലെ അധികൃതരുടെ അനാസ്ഥയാണ് നിലവിലെ സ്ഥിതിക്ക് കാരണം. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷൻ വിച്ഛേദിച്ചത് ആഴ്ചകൾ പിന്നിട്ടതോടെ ഏറെ പ്രയാസപ്പെടുകയാണ് പൊതുജനവും. തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാതെ വില്ലേജ് ഓഫീസ് ജീവനക്കാരും വെട്ടിലായി. താൽക്കാലിക സംവിധാനം എന്ന നിലയ്ക്ക് ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്ത് ടാങ്കറിൽ വെള്ളം എത്തിക്കേണ്ട ഗതികേടാണ് നിലവിൽ. വിവിധ ആവശ്യങ്ങൾക്കായി പ്രായമായവർ ഉൾപ്പെടെ 100-ലധികം പേരാണ് നെല്ലായ പേങ്ങാട്ടിരിയിലെ ഈ വില്ലേജ് ഓഫീസിനെ ആശ്രയിക്കുന്നത്. വെള്ളമില്ലാത്തത് മൂലം വില്ലേജ് ഓഫീസിലെ ശൗചാലയം പോലും പൂട്ടിക്കിടക്കുകയാണിപ്പോൾ. പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രയാസങ്ങൾ അകറ്റണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്.